നമ്മൾക്ക് മുമ്പിൽ 1870 കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ചാൾസ് ഡിക്കൻസിന്റെ എ ക്രിസ്മസ് കരോൾ എന്ന കഥയുടെ പ്രാധാന്യമേറിയ ആശയത്തെ അല്പമൊക്കെ ഹാസ്യം കലർത്തി ഷട്ടിൽസ്റ്റൺ കുടുംബയുടെ അവതരിപ്പിക്കുന്നു പുതിയ പുലരി. ഇതാ വരുന്ന നമ്മുടെ കഥാനായകൻ സാക്ഷാൽ സ്ക്രൂജ് അച്ചായ. എടി ഏലിക്കുട്ടി, ഈ വർഷം ഞാൻ 4 കാശുണ്ടാക്കിയടി. എന്റെ ആ പാട്ടൻ മാറിൽ മരിച്ചു പോയപ്പോ അവന്റെ വകയിലുള്ള കാശും കൂടെ എനിക്ക് കിട്ടിയടി. ഓ, കാശൊക്കെ കിട്ടിയല്ലേ അച്ചായ? നാളെ ക്രിസ്മസ് അല്ലേ, നമുക്ക് പള്ളി പോണ്ടേ? അച്ചായ, കഴിഞ്ഞ ആഴ്ച കിട്ടിയ ആ 10 പവന്റെ മാല ഞാൻ ഈ ആഴ്ച എങ്ങനെയായിരുന്നേ? ആ മേരിക്കുട്ടിയും സാരിയും ഒക്കെ എന്നാ പറയും? അവരത് കണ്ടതാ. ഏഷ്യാനെറ്റിലെ ആ പാരിജാതയില്ലേ, അതിൽ ആന്റിയമ്മ ഇട്ടേക്കുന്ന പോലത്തെ ഒരു പുതിയ സാരി എനിക്കത് മേടിച്ചു തരണം. നിന്റെ അപ്പന്റെ കാശും തോടി ഇവിടെ എനിക്ക് എടുത്തു തരാൻ. എടി കോപ്പേ, നീ നിന്റെ വീട്ടിലെ ഡ്രൈവറിന്റെ കൂടെ ഒളിച്ചോടി പോകാൻ തുടങ്ങിയപ്പോഴല്ലേടി നിന്റെ അപ്പൻ കറിയാച്ചൻ നിന്നെ എന്റെ തലയിൽ കെട്ടിവെച്ചത്. ഓ, എന്റെ പറഞ്ഞ ചായ ഒരു തമാശയാ. എനിക്കറിയാം, ആ ചായ എന്നോട് ഭയങ്കര ഇഷ്ടമാണ്. ഓർക്കുന്നുണ്ടോ ആ ചായ? 10 വർഷം മുമ്പ് അന്ന് നിങ്ങൾ എന്നെ പെണ്ണ് കാണാൻ വന്നപ്പോ ഞാൻ ഇട്ടിരുന്ന സാരി, അതൊക്കെ അച്ചായൻ ഓർക്കുന്നുണ്ട്. എനിക്കറിയാം. എടി, തീവണ്ടിക്ക് തലവെക്കാൻ പോകുമ്പോ ആരെങ്കിലും അത് വേണാടാണോ ജയന്തിയണതയാണോന്ന് നോക്കുമോ? അതേ മനുഷ്യ, മര്യാദയ്ക്ക് വേണം എന്നോട് സംസാരിക്കാൻ. ഞാൻ ആരുടെ ഓരോ ഓശാരത്തിലൊന്നുമല്ല ഇങ്ങോട്ട് കയറി വന്നത്. ഒരാലപ്പുറം നിറയെ സ്വർണ്ണമായിട്ടാണ് ഞാൻ ഈ വീട്ടിൽ വന്നത്. ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ആ വേലക്കാരി കസ്തൂരി ആയിട്ടുള്ള നിങ്ങളുടെ ഒരു ചുറ്റിക്കളി, അവളെ എത്രയും വേഗം ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടും. നിങ്ങൾ നോക്കിക്കോ. എനിക്ക് നക്ഷത്രം വേണം, എനിക്ക് പുൽക്കൂടം വേണം, എനിക്ക് കേക്കും വേണം. ഓ, കേക്ക് വേണം. തീറ്റപ്പെട്ടാറുകൾ നിനക്കൊക്കെ 3 നേരം നക്കാൻ തന്നെ വേണം കുറെ കാശ്. പൊക്കോളം എല്ലാം കൂടി ഇടുന്നു. ഇതിനെ ഞാനിന്ന് ശരിയാക്കും. അയ്യോ, നീട്ടിയ കൈകളിൽ വേദനയോ വേദനയോ. എടി, ഇപ്പൊ നീ ഈ വീട്ടിൽ ഇറങ്ങി കാണും. ആഹാ, അങ്ങനെ പോകാൻ വന്ന വെള്ളവട്ടെ കസ്തൂരി, ഇതിനൊരു സമാധാനം ഉണ്ടാക്കുക. കിട്ടാനത് കിട്ടാണ് നമ്മയി വീട്ടിൽ നിന്ന് ഇറങ്ങൂല കേട്ടാ. നാശം. ഇനി ഇതിന്റെ കാര്യം പറഞ്ഞോണ്ട് ഈ വീട്ടിൽ വന്നേക്കരുത്. തന്ന സംഭാവനകൾ സന്തോഷം സ്വീകരിച്ച് നന്ദി നിറഞ്ഞവൾ പോകട്ടെ, ഞാൻ പോകട്ടെ. എന്നതാ ഇവിടെ ഒരു ഒച്ചയും ബഹളവും? അയ്യോ, അച്ഛനോ? അച്ഛാ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആ, ഇപ്പോഴെപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ക്രൂജേ, ഞാൻ വന്ന കാര്യം ആദ്യമേ പറഞ്ഞേക്കാം. കാശില്ല എന്ന് പറഞ്ഞിട്ട് നീ പുതിയൊരു മെഴ്സിഡീസ് ബെൻസ് വാങ്ങിച്ചു. എന്നിട്ടും അനാഥാലയത്തിന് നീ 5 പൈസ തന്നില്ല. ആ, അത് പോട്ടെ. ഞാനിപ്പോ വന്നത് വേറൊരു കാര്യത്തിനാണ്. നിന്റെ വീട്ടിലെ കാര്യസ്ഥൻ കൊച്ചുവരിഞ്ഞ മോനില്ലേ, ആ ടോമിക്കുട്ടൻ, അവന്റെ ഹാർട്ടിനൊരു ഓപ്പറേഷൻ വേണം. നീ ആ കുടുംബത്തിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യണം. എന്റെ അച്ഛാ, എന്റെ കൂട്ടുകാരൻ ആ മാർലി മരിച്ചു പോയതുകൊണ്ട് ബിസിനസ് ഒക്കെ വളരെ മോശമാണ്. എന്റെ കയ്യിലാണെങ്കിൽ 5 നയ പൈസയും. അല്ലെങ്കിലും അച്ഛാ, ഇപ്പൊ ഈ ഹാർട്ടിന് കേടെന്നൊക്കെ പറഞ്ഞാല് പിന്നെ ചുമ്മാ കാശ് കളയാന്നേ ഉള്ളൂ. ആ ചെക്കൻ എന്തായാലും ചത്തുപോകും. എടാ മോനെ സ്ക്രൂജേ, നീ ഇങ്ങനെയൊക്കെ പറയല്ലടാ. ബെത്ലഹേമിൽ ഒരു കാര്യത്തോട്ടത്തില് ഒരു പുൽക്കൂട്ടിലല്ലേടാ യേശുനാഥൻ പറഞ്ഞത്. തോമസ് ലീഹം നേരിട്ട് മാമോദീസ മുക്കിയ ശുദ്ധ നസ്രാണിയാന്ന് പറഞ്ഞ് അഹങ്കരിച്ചിട്ട് കണ്ണി ചോരയില്ലാത്ത വർത്താനം പറയല്ലടാ. ആ, എന്നാ അച്ഛൻ വേഗം ചെല്ല്. ഇന്ന് പള്ളി കുർബാന ഉള്ളതല്ലേ, ഇടവക്കാരെല്ലാം നോക്കിയിരിക്കുമായിരിക്കും. നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്യും.
ക്രിസ്മസ് ആയ പിന്നെ എന്തോ ഒരു ശല്യമാ. അച്ഛനും കാപ്പ്യാരും കൊച്ചുങ്ങളും കെട്ടിയവളും അതിനു പുറമെ തപ്പും തകരും ഒക്കെ കൊട്ടി കരോളുകാരും. ഓ എന്തോ ഒരു ചെലവാ. എന്തൊരു തണുപ്പാ. എങ്ങനെയെങ്കിലും ഒന്ന് കിടന്നുറങ്ങട്ടെ. ഇത് ഞാനാ നിന്റെ മരിച്ചുപോയ അയ്യോ, ചത്തുപോയ മാറിയോ? എന്റെ പാറയെ മാറാതെ പ്രേതമോ? അതെ ഞാൻ തന്നെ. ഞാനും നീയും കൂടി ചെയ്തു കൂട്ടിയ പാപങ്ങൾക്ക് ഞാനിപ്പോൾ അനുഭവിക്കുകയാണ്. പക്ഷെ എന്റെ ഗതി നിനക്ക് വരരുത്. ഇന്ന് രാത്രി 3 പ്രേതങ്ങൾ നിന്നെ കാണാൻ വരും. അവർ നിന്നോട് നിന്റെ ഭൂതം, വർത്തമാനം, ഭാവി എല്ലാം വെളിപ്പെടുത്തും. നിനക്ക് എന്റെ ഗതി വരാതിരിക്കാനാണ്. നീ മനസ്സ് തപ്പിക്കണം. നീ നന്നാവണം. ഉള്ള പ്രേത സിനിമ മുഴുവൻ കണ്ടിട്ട് കിടന്നുറങ്ങിയത് കൊണ്ടാ ഇങ്ങനെ സ്വപ്നം കാണുന്നത്. എങ്ങനെയെങ്കിലും കുറച്ച് ഉറങ്ങട്ടെ. അതാരാ ഒരു സുന്ദരി? ഇടി, നീ ശാരദയാണോ അതോ അമ്മിണിയോ? ഓ, നല്ല പാലപ്പൂവിന്റെ മണം. ചേട്ടാ, ചുണ്ടാമുണ്ടോ ചേട്ടാ വെറ്റിയെടുക്കാൻ? നീലിമലയക്ഷി. ഞാൻ ആ യക്ഷിയല്ല, ഞാനാണ് ഗോസ്റ്റ് ഓഫ് ക്രിസ്മസ് പാസ്റ്റ്. എന്റെ പഴയ കാലം ഒന്ന് ഓർപ്പിക്കാൻ വന്നതാ ഞാൻ. പഴയ കാലമോ? മിനിയാന്ന് വൈകിട്ട് ഞാൻ ആ അമ്മണിയുടെ വീട്ടിൽ പോയ കാര്യമായിരിക്കും ഇവൾ പറയുന്നത്. പക്ഷേങ്കിൽ ഞാൻ തലയിൽ മുണ്ടിട്ടിട്ടാണല്ലോ പോയത്. ആ പഴയ കാലം അല്ല സ്ക്രൂജ്, നിന്റെ ചെറുപ്പകാലം. അതാ നീ അങ്ങോട്ടൊന്ന് നോക്കിക്കേ. അയ്യോ, അതെന്റെ അമ്മച്ചിയല്ലേ. കൂടെ ഞാനും. നിത്യവിശുദ്ധയാം കന്യാമറിയം, നിന്നാമം വാഴ്ത്തപ്പെടട്ടെ. നന്മ നിറഞ്ഞ നിൻ സ്നേഹവാത്സല്യങ്ങൾ ഞങ്ങൾക്കനുഗ്രഹമാകട്ടെ. മോനെ, നീ കണ്ടോ? ഇത് ഉണ്ണീശോയാ നമ്മളെ രക്ഷിക്കാൻ കാളിത്തൊഴുത്തിൽ വന്ന് പിറന്നവനായി ഉണ്ണി. എന്റെ മോൻ നല്ലവനായിട്ട് വളരണം. എന്നും പള്ളിയിൽ പോകണം, പ്രാർത്ഥിക്കണം. കൊന്ത നമസ്കാരവും സന്ധ്യാപ്രാർത്ഥനയും ഒന്നും മുടക്കരുത്. പാവപ്പെട്ടവരെ സഹായിക്കണം. 2 ഉള്ളവൻ 1 ഇല്ലാത്തവന് കൊടുക്കണം. വാ മോനെ, നമുക്ക് പള്ളിയിൽ പോകാം. ആ നല്ല അമ്മച്ചിയുടെ ഉപദേശങ്ങൾ നീ എത്ര വേഗം മറന്നു സ്ക്രൂജ്. ശരിയാ, ഞാൻ ഒത്തിരി കാര്യങ്ങൾ മറന്നുപോയി. ആ പോട്ടെ, എന്തെങ്കിലും ആട്ടെ. ബാക്കിയുള്ളവൻ പോയി കിടന്നുറങ്ങട്ടെ. ஒரு முறை வந்து பார்த்தாயா, ஒரு முறை வந்து பார்த்தாயா, நீ ஒரு முறை வந்து பார்த்தாயா. വിടമാട്ടെ വിടമാട്ടെ, ഞാൻ വിടമാട്ടെ. ഇതാരാ? മണിച്ചിത്രത്താഴ് നാഗവല്ലി. ഓർമ്മയുണ്ടോ ഈ മുഖം? TV സീരിയലിൽ അഭിനയിപ്പിക്കാമെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചിറക്കിക്കൊണ്ട് പോയത് ഓർമ്മയുണ്ടോ അച്ചായ? പക്ഷേ ജീവിതത്തിൽ കാശ് മാത്രം പോരാ എന്ന് എനിക്ക് മനസ്സിലായി. അച്ചായനും അത് മനസ്സിലാക്കണം. ദാ അങ്ങോട്ടൊന്ന് നോക്കിക്കേ. കാശില്ലെങ്കിലും ആ കൊച്ചു വീട്ടിൽ നിന്റെ കാര്യസ്ഥൻ കൊച്ചു വലുത് എത്ര സന്തോഷത്തിലാണ് ജീവിക്കുന്നതെന്ന്. നക്ഷത്രം നോക്കണം. ആരാ കുർബാനയ്ക്ക് മുമ്പ്
അടുത്ത വർഷത്തെ ക്രിസ്മസിന് നമുക്ക് ഒരുമിച്ച് ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ? മോനെ, അടുത്ത വർഷം നീ ചിലപ്പോ മാലകന്മാരോട് സ്വർഗമില്ല എന്നെ പറയാതെ മകളെ. അപ്പച്ചനെ എന്നാലും കഷ്ടമായി അറിയാത്തവരാ ആ കൊച്ചിന്റെ ഓപ്പറേഷൻ പൈസ കൊടുക്കാതെ. സ്ക്രൂജ്, നീ ആലോചിച്ചു നോക്കൂ. ചെയ്യാൻ പറ്റുമായിരുന്ന നല്ല കാര്യങ്ങൾ നീ ചെയ്യാതെ പോയി. അതുകൊണ്ട് ഒരു കുഞ്ഞിന്റെ ജീവൻ തന്നെ അപകടത്തിലായല്ലോ. നാശങ്ങൾ. അല്ലെങ്കിൽ ഞാനെന്തിനാ വല്ലവന്റെ കൊച്ചിന്റെ കാര്യം അന്വേഷിക്കുന്നത്? അതൊന്നും ഉറങ്ങാനും സമ്മതിക്കുകയല്ല. ഇത്രയുമായിട്ട് നീ പഠിച്ചില്ല അല്ലേ? ഞാനാരാണെന്ന് നിനക്കറിയാമോ? ഞാനാണ് ഗോസ്റ്റ് ഓഫ് ക്രിസ്മസ് ഫ്യൂച്ചർ. നീ ഒന്നോർത്തോ, നീയും ഒരു ദിവസം മരിക്കും. ദേ അങ്ങോട്ട് നോക്കിക്കേ, അതാ വരുന്നു നിന്റെ ശവമടക്ക്. I've got 20 minutes left. കൂടെ പോരും ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത. എന്റെ കർത്താവേ, ഞാനിനി എന്നാ ചെയ്യുമോ? എന്നെ എന്റെ ദൈവമേ. ഓ, എങ്ങനെ ജീവിച്ച മനുഷ്യനാ ക്രൂജ്? ജീവിച്ച കാലത്ത് ആർക്കും ഒരു ഗുണമില്ലാത്തവനെ കണ്ടില്ലേ കിടക്കുന്നത് 6 അടി മണ്ണിൽ. ഓ, എന്നാ പറയാനേ, മനുഷ്യന്റെ കാര്യം ഇത്രയൊക്കെ ഉള്ളൂ. ഓ, അത് ഞാൻ മരിച്ചപ്പോ എത്ര എണ്ണം അവകാശവും പറഞ്ഞോണ്ട് വന്നത്. അവളുമാരുടെയൊക്കെ ഒരു മട്ടും ഭാവം കണ്ട ആരാന്നാ വിചാരം? സ്ക്രൂജച്ചായൻ വാങ്ങിച്ചു കൊടുത്ത സാരി അത്രേ അതിലൊരുത്തി ഉടുത്തിരിക്കുന്നത്. അതിയാനോട് ഞാൻ എത്ര തവണ പറഞ്ഞതാ എനിക്കൊരു ചീമാട്ടി ഫ്യൂഷൻ സാരി വാങ്ങിച്ചു തരണമെന്ന്. നന്നായി ആ കാലമാടൻ ചത്തുപോയത്. ഓ, ഇനി ആ ഇൻഷുറൻസ് കാശ് കിട്ടിയിട്ട് വേണം എനിക്കൊന്ന് അടിച്ചു പൊളിച്ച് ജീവിക്കാൻ. വാ മക്കളെ, നിങ്ങൾക്ക് വേണ്ടതൊക്കെ ഈ അമ്മച്ചി വാങ്ങിച്ചു തരാം. വാ. എന്നാലും എന്റെ അമ്മച്ചി എന്നെ എങ്ങനെ വളർത്തിയതാ, എന്നിട്ടും ഞാൻ ഇങ്ങനെയായി പോയല്ലോ. തമ്പുരാനെ ക്ഷമിക്കണേ. ഇത്രയും നാളൊരു മൃഗമായി ജീവിച്ചു, ഇനി കുറച്ചുനാൾ ഞാൻ മനുഷ്യനായി ജീവിക്കും. എടാ മക്കളെ, ഓടി വാടാ. ഏലിക്കുട്ടി, ഇങ്ങ് വന്നേ. എടാ മക്കളെ, അപ്പച്ചനോട് ക്ഷമിക്കടാ. നമുക്ക് പുൽക്കൂടുണ്ടാക്കാം, നക്ഷത്രം തൂക്കാം, പിന്നെ കേക്കും മേടിക്കണം നമുക്ക്. ഇനി ഏലിക്കുട്ടി, നമുക്ക് ആ കൊച്ചുപറയത്തിന്റെ വീട് വരെ ഒന്ന് പോണം. എന്നാലും എന്റെ ഞാൻ ഇന്നലെ അച്ഛനോട് വളരെ മോശമായി പെരുമാറിയല്ലോ. എനിക്ക് പോയൊരു നല്ല കുമ്പസാരം നടത്താം. മക്കളെ, കരോളുകാർ വരുന്നുണ്ട് കേട്ടോ. നമുക്ക് അവരുടെ കൂടെ പോണം. അതിനുശേഷം പാതിരാ കുർബാനയ്ക്കും പോണം നമുക്ക്. ദൈവം തന്ന നന്മകളും സൗഭാഗ്യങ്ങളും സ്വാർത്ഥതയ്ക്കായി മാത്രം ഉപയോഗിക്കാതെ സമൂഹത്തിനും മറ്റു വ്യക്തികളുടെ നന്മയ്ക്കും ഉപയോഗിക്കാം. അതിനായി ഉണ്ണീശോ പിറക്കേണ്ടത് നമ്മുടെ മനസ്സുകളിലാണ്. നന്മയ്ക്കായി മാറ്റം സംഭവിക്കുന്ന പുതിയ പുലരിയെ നമുക്ക് വരവേൽക്കാം.